വംശഹത്യയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്നയാൾ എന്ന് വിളിച്ചതിൽ ഞാനും വിചാരിച്ചിരുന്നു അത്രത്തോളം പറയേണ്ടിയിരുന്നോ എന്ന് പിന്നെ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. പക്ഷേ പണിക്കർ സഹോദരന്റെ പുതിയ വീഡിയോ കണ്ടപ്പോൾ ആ സംശയവും ആ ഒരു റിഗ്രറ്റും എല്ലാം പൂർണ്ണമായി മാറുന്ന രൂപത്തിലായിരുന്നു പണിക്കർ സഹോദരന്റെ വീഡിയോ. പലസ്തീനികളായിട്ടുള്ള ആൾക്കാർക്ക് നേരെയല്ല അവരുടെ ആക്രമണം അഴിച്ചുവിടുന്നത്, മറിച്ച് അവരുടെ ശത്രു ഹമാസാണ്. പാലസ്തീനി ജനതയെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ഇസ്രായേലിനില്ല. അത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർക്ക് ഇതിനോടകം തന്നെ ആ പ്രദേശം മുഴുവനും ബോംബിട്ട് തകർക്കാമായിരുന്നു. പക്ഷെ അതിന് അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഇസ്രായേൽ ഒരിക്കലും ഗാസയിലുള്ള അല്ലെങ്കിൽ ഫലസ്തീനികളെ മുഴുവൻ കൊന്നില്ലല്ലോ എന്നുള്ള വളരെ മാനവികമായിട്ടുള്ള ഒരു കാര്യമാണ് പണിക്കർ സഹോദരൻ ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. തീർച്ചയായും ശരിയാണ്. എന്തൊരു നല്ലൊരു രാജ്യമാണല്ലേ ഇസ്രായേൽ. ഫലസ്തീനികളെ മുഴുവൻ കൊന്നിട്ടില്ലല്ലോ, 60,000 ആളുകളെയല്ലേ 1.5 വർഷം കൊണ്ട് കൊന്നിട്ടുള്ളൂ എന്നുള്ള വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ന്യായീകരണമാണ് പണിക്കർ സഹോദരൻ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കേണ്ടത് പാലസ്തീനി ജനതയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള എയ്ഡ് അവിടെ ലഭ്യമാക്കുന്നത് പ്രാഥമികമായിട്ടും ഇസ്രായേൽ തന്നെയാണ്. നിങ്ങൾ അവിടെയുള്ള ആൾക്കാരുടെ ആരോഗ്യ പരിപാലനത്തിനോ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനോ വേണ്ടിയിട്ടൊന്നും തന്നെ ശ്രമിക്കുക എന്നത് വംശഹത്യയുടെ സ്വഭാവത്തിലുള്ളതല്ല എന്നുള്ളത് ഈ സഹോദരൻ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പോലും 29 ആളുകളെയാണ് ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്നതിന്റെ പേരിൽ ഒറ്റത്തവണ മാത്രമായി കൊണ്ടുപോകുന്നത്. ഭക്ഷണവും വെള്ളവും എല്ലാം പൂർണ്ണമായി തടയുക, അവിടെ ഇലക്ട്രിസിറ്റി തടയുക, അവിടേക്ക് വരുന്ന എയ്ഡുകൾ തടയുക, മാനുഷിക സഹായങ്ങൾ തടയുക, അങ്ങനെ എല്ലാം തടഞ്ഞുകൊണ്ട് അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുക. ഒരുപാട് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുക. UN പോലും ഇതാ 10,000-കണക്കിന് ആളുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുക. എന്നിട്ട് അവസാനം GHF എന്ന പേരിൽ അവിടേക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തോളാം, ഞങ്ങൾ പട്ടിണിക്കിട്ട ശേഷം ഞങ്ങൾ തന്നെ ഭക്ഷണം കൊടുത്തോളാം, വേറെ ആരും എയ്ഡുമായി ഇവിടേക്ക് വരേണ്ടതില്ല എന്ന് പറയുകയും അങ്ങനെ ഭക്ഷണത്തിനു വേണ്ടി അവരെ വിളിച്ചു വരുത്തുകയും ഭക്ഷണത്തിനു വേണ്ടി അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് വിശന്നു വലഞ്ഞ ആളുകൾ ഒരിറ്റു വെള്ളത്തിനു വേണ്ടി അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് നേരെ വെടിയുതിർക്കുക. UN പറഞ്ഞതുപോലെ ഒരു ഡെത്ത് ട്രാപ്പ് ഒരുക്കുക, വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ കൊല്ലുക. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയില്ല. ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള എയ്ഡ് സെന്ററുകളിലേക്ക് പോയി കുറച്ച് ചിലപ്പം ഭക്ഷണം കിട്ടിയേക്കാം, ചിലപ്പം മരണപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള ഒരു ഡെത്ത് ട്രാപ്പാണ് അവിടെ ഉള്ളത് എന്ന് UN പോലും പറയുകയാണ്. അത് വെച്ചുകൊണ്ടാണ് വംശഹത്യ പണിക്കർ പറഞ്ഞത് ഇതാ ഇസ്രായേൽ ഭക്ഷണം കൊടുക്കുന്നു, എത്ര മഹത്തരമായ ഇസ്രായേൽ എന്ന്. ഞാൻ ഇപ്പോൾ ആലോചിച്ചു പോവുകയാണ്, ഞാൻ വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് പറഞ്ഞത് കുറഞ്ഞുപോയോ എന്നൊരു സംശയമുണ്ട്. വംശഹത്യക്ക് പൂർണ്ണമായ സപ്പോർട്ട് നൽകുകയും വംശഹത്യയുടെ ഭാഗമായ പണിക്കർ എന്ന് പറയേണ്ടിയിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ്.